അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നല്ലപോലെ വെക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ പെരയിൽ ഞാൻ ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫോം മാറ്റി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീടുണ്ടല്ലോ, ഇത് ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറ്റിയറച്ചതാണ് കേട്ടോ ഈ ഒരു വീടിന്. പിന്നെ ഈ ഒരു വീട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം കോഴിക്കോട് പാലക്കാട് NH കൊടക്കാട് ടൗണിൽ തന്നെയായിരുന്നു കേട്ടോ അത് ഈ വീട് വന്നിരുന്നത്. പക്ഷേ നമ്മളെ തൊടുവിൻ്റെ അപ്പുറത്തെ സൈഡ് പിന്നെ പള്ളിത്തോടിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അമ്മക്ക് ഒരു ധൈര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ കുറ്റി അറച്ചു എന്നല്ലാതെ അവിടെ ഈ വീട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ചത് ഇങ്ങനെ സ്ഥലം നീളത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്ലാനൊന്നും ഇല്ലാതെ ആശാരി കുറ്റി അറച്ചിട്ട് അങ്ങനെ ആണ് കേട്ടോ ആ ഒരു വീട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്ഥലത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് കയറ്റിയൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാന് ഇന്നും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ വല്യപ്പിയൊക്കെ വന്ന് എന്നെ മദ്രസയിൽ നിന്നൊക്കെ വിളിച്ച് ഞങ്ങൾ കുറ്റിയിറക്കലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു. പക്ഷേ അതവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ സർട്ടിഫിക്കറ്റുകളാട്ടോ. ഇതൊക്കെ എൻ്റെ ഫുഡ് ലൈസൻസൊക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതൊക്കെ നല്ലപോലെ എടുത്ത് വെച്ചു കേട്ടോ. അത് പിന്നെ ഉമ്മ ലേഖ ഉണ്ടാക്കിയത് എനിക്ക് ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞും അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൊടക്കാട് വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ ബസ് സ്റ്റോപ്പാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് ഈ ഒരു റോഡിനാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോവുക. ഇത് കൊടക്കാട് ടൗണാണ് കേട്ടോ. അവിടുന്ന് 1 കിലോമീറ്റർ തന്നെ ഉള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ ആര്യമ്പാവ് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ചായയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ BLOനെ കാത്ത് നിൽക്കുന്നു കേട്ടോ. എൻ്റെ ഒരു കടലാസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് എൻ്റെ ഫോം ഉണ്ടല്ലോ, അതങ്ങോട്ട് കൈയോടെ ഏൽപ്പിച്ചിട്ട് ഒപ്പിടിപ്പിച്ച് പോകുന്നതിന് സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ആങ്ങളുടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മാൻ്റെതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട് തച്ചനാട്ടുകര പഞ്ചായത്ത്, പിന്നെ പഴയ വീട് കോട്ടപ്പാടം പഞ്ചായത്ത്, അങ്ങനെ 2 അതിർത്തിയിലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തറവാടൊക്കെ ആദ്യം കോട്ടപ്പാടായിരുന്നു. പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ചത് തച്ചനാട്ടുകരയായി. പിന്നെ വീണ്ടും ഞങ്ങൾ ആ വീട് വിറ്റ് വേറെ വീട് വെച്ചത് കോട്ടാപ്പാടായി. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊട്ട്. അപ്പം ഉമ്മാക്ക് വേറെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആങ്ങളുടെ തോല് വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ഓന് കൈയോടെ പൊരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ കാക്ക പൊറാട്ടയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. കാക്ക പിന്നെ ഞാൻ പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണാക്കാരെന്ന് എഴുതിയിട്ട് അപ്പം എന്നോട് ചോദിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചപ്പാത്തിയൊക്കെ ചുട്ട് തരുമായിരുന്നു കേട്ടോ വരുമ്പോൾ.